ഇപ്പോൾ 50-ാം മണിക്കൂറിൽ ഇതാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഖിൽ കൂടിയുണ്ട്. അഖിൽ സണ്ണി എം കബിക്കാടിനൊപ്പമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് അഖിൽ? അവന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ മനസ്സിലാക്കുന്നു. ആദ്യഘട്ടത്തിൽ വൈക്കത്ത് സണ്ണി എം കബിക്കാട് എന്ന പേര് പറഞ്ഞു. ഇരുസേനയുടെ നേതാക്കൾ സംസാരിച്ചതുമാണ്. അവസാനം ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അല്ല, അക്കാര്യത്തിൽ വിവാദമേതുമില്ല. പക്ഷേ ഒരു വസ്തുതയുണ്ട്. ഈ സ്ഥാനാർത്ഥിത്വം നമ്മളങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് UDF നൽകിയതല്ല. UDF തന്നെ ഇങ്ങോട്ട് ഓഫർ ചെയ്തൊരു കാര്യമാണ്. ആ കാര്യത്തിൽ അവർ രാഷ്ട്രീയമായൊരു സത്യസന്ധത കാണിക്കുമെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് അവർക്ക് തീരുമാനം മാറ്റിയെടുക്കാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിലെ ഏതാണ്ട് 18ഓളം സംഘടനകളുടെ നേതാക്കൾ ഒരുമിച്ച് കൂടുന്ന സമയത്താണ് ഈ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ഉറപ്പ് തരുന്നത്. പറഞ്ഞു പറ്റിച്ചു എന്ന് തോന്നുന്നു. പറ്റിച്ചു എന്നുള്ള വാക്കൊന്നും രാഷ്ട്രീയത്തിലില്ലാത്ത വാക്കുകളാണ്. അതൊക്കെ സാഹചര്യം അനുസരിച്ചും സ്വാധീനം അനുസരിച്ചും ഒക്കെ ചെയ്യുന്നൊരു കാര്യം. ഞാൻ ഈ സീറ്റ് കിട്ടാൻ വേണ്ടി പ്രത്യേകമായി ഇതിൻ്റെ പുറകെ നടന്ന ഒരാളല്ല. ഇത് അവർ ഓഫർ ചെയ്തതാണ്. അവർ ഉറപ്പുണ്ടായിരുന്നില്ലേ? അടക്കമുള്ള പ്രതിപക്ഷ അടക്കമുള്ള നേതാക്കൾ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ സോട്ട് നമ്മൾ ആ ഉറപ്പിൽ വിശ്വസിച്ചു. പുതിയ ഡെവലപ്മെൻറ്റിൽ അവർക്ക് ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേതൃത്വങ്ങളുടെ എതിർപ്പാണ് ഇതിന് വകവെച്ചതെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകരുത്. ഏത് മണ്ഡലത്തിലാണ് ഈ പ്രാദേശിക നേതാക്കൾ എതിർക്കാത്തത്? പിന്നെ വൈക്കത്തിന് മാത്രം പ്രാദേശിക നേതാക്കൾ എതിർത്തു എന്നുള്ളത് വലിയ കാര്യമാകുന്നങ്ങനെ. ഉറപ്പില്ലാത്ത കാര്യം പറയേണ്ടതുണ്ടായിരുന്നു തോന്നുന്നു. അന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു പവർ ഗെയിമാണ്. അപ്പോൾ അന്ന് ഉറപ്പുണ്ടായിരുന്നുകൊണ്ടായിരിക്കും അത്തരമൊരു വാക്ക് നമ്മളോട് പറയുന്നത്. മാറിയ സാഹചര്യത്തിൽ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ശരി, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. കെ ബിനിമോനാണ് ഇപ്പോൾ വൈക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. നേരത്തെ സണ്ണി എം കബിക്കാടിന്റെ പേരാണ് കേട്ടിരുന്നത്. UDF അങ്ങോട്ട് അദ്ദേഹത്തോട് സ്ഥാനാർത്ഥിയാകുന്നു എന്ന് ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം സമ്മതം അറിയിക്കുകയും ചെയ്തു. രാഷ്ട്രീയ സത്യസന്ധത കാണിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായില്ല എന്നാണ് ഇപ്പോൾ സണ്ണി എം കബിക്കാട് പറയുന്നത്. റോഷിപാൽ, ഇതുപോലെ തന്നെ പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ അമ്പലപ്പുഴയിൽ നോക്കുകയാണെങ്കിൽ G സുധാകരൻ വരുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു. അവിടങ്ങളിലൊക്കെ തന്നെയും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നതാണ് എന്ന് ഓർക്കണം. അമ്പലപ്പുഴയിലാണെങ്കിൽ M ലിജുവിന്റെ പേര് ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. ലിജു പ്രവർത്തനം തുടങ്ങിയതുമാണ്. ആ ഇടങ്ങളിൽ കൂടി ഈ പറഞ്ഞതുപോലെയുള്ള പ്രാദേശികമായ എതിർപ്പുകൾ, എതിർവികാരങ്ങളൊക്കെ കൂടി പരിഗണിക്കേണ്ടതുണ്ടാകും അല്ലേ? വിനിത, വിസ്മയം തീർത്തവർക്ക് കോൺഗ്രസ് പരിഗണന നൽകുന്നത് പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ എതിർപ്പിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് അമ്പലപ്പുഴയിലാകട്ടെ G സുധാകരനെ മത്സരിപ്പിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രാഷ്ട്രീയ തീരുമാനമാണ്. കാരണം അമ്പലപ്പുഴയിൽ അട്ടിമറി വിജയം G സുധാകരനിലൂടെ ഉറപ്പുവരുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം നേതൃത്വത്തിനുണ്ട്. അങ്ങനെ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അമ്പലപ്പുഴയിൽ ഏറെക്കാലമായി രാഷ്ട്രീയകാര്യ സമിതി അംഗവും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനിയായ M ലിജു അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ